ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഞണ്ട് വരട്ടിയതാണ്. അപ്പോൾ അതിനായിട്ട് 600 ഗ്രാം ഞണ്ടാണ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. 1 കിലോ ഞണ്ടായിരുന്നു ഞാൻ മേടിച്ചിരുന്നത്. അത് ക്ലീനൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്കായിട്ട് ഞാനിവിടെ ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവാള ഇതുപോലെ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ വേണ്ടത് ഒരു തക്കാളി, അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതൊക്കെയാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ടുള്ള ചീനിച്ചട്ടി ഇവിടെ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ചൂടായ ചീനിച്ചട്ടിയിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഈ സവാള അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം. ഈ സവാളയൊക്കെ ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സവാളയൊക്കെ ഇപ്പോൾ ഇവിടെ വഴന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു ടൊമാറ്റോ ആയിരുന്നു എടുത്ത് വെച്ചിരുന്നത്. അപ്പോൾ ഒരു ടൊമാറ്റോയുടെ പകുതി ഞാൻ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള പകുതിയാണിത്. ഈ പകുതി ഭാഗം ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും 1.5 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പം വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചിരുന്ന വെള്ളമായിരുന്നു. ഈ മസാലക്കൂട്ടൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് ചേർത്ത് കൊടുക്കാം. ഇനി 2 മിനിറ്റ് നേരം ഇതൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. ഇനി ഇതിന് മുകളിലേക്ക് നേരത്തെ അരിഞ്ഞ് പകുതി മാറ്റി വെച്ചിരുന്ന ചേർത്ത് കൊടുക്കാം. ഇനി ഇതിങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഞണ്ട് വരട്ടിയത് ഇവിടെ റെഡിയാണ്. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.